എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹം വന്ദനം ചെയ്യുന്നു. നിങ്ങളെവരെയും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കാം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പോലും ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഹല്ലേലൂയ. സങ്കീർത്തനം 25 4-5 വാക്യങ്ങളിൽ ദാവീദ് നമ്മോട് പറയുന്നു, യഹോവേ നിന്റെ വഴികളെ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, സത്യത്തിൽ എന്നെ വഴി നടത്തി പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, രാവും പകലും നിങ്കിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ദാവീദ് നമ്മോട് പറയുന്ന പ്രാർത്ഥനയുടെ രൂപരേഖ. പ്രാർത്ഥന എന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അമൂല്യ നിധിയാണ്. അത് സ്വർണത്തേക്കാൾ വിലയേറിയതാണ്, അമൂല്യമാണ്. പ്രാർത്ഥന ഇല്ലാത്തവന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ തുടർക്കഥയായിരിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അവന് വിജയം ഒരു തുടർക്കഥയായിരിക്കാം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സന്തോഷത്തിന് ഹല്ലേലൂയ പൂർണ്ണതയുണ്ട്. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതത്തിൽ സന്തോഷം അപൂർണമാണ്, അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയരെ, നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആ പദ്ധതികൾ, നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അത് സ്വീകരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന ഉപാധിയിലൂടെ ഹല്ലേലൂയ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, നാം ചെയ്ത തെറ്റുകൾ നമ്മെ അവനോടൊപ്പം ഉയർത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്റെ മകളായി അവിടെ നമ്മെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാനാവാത്തതാണ്. ആ സത്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ഒരു ബന്ധുവിനോടോ ഒരു സുഹൃത്തിനോടോ ഹല്ലേലൂയ 6 മാസം ഒരിക്കലാണ് നാം സംസാരിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തിൽ എന്തുമാത്രം അകൽച്ച വരും. അതുപോലെയാണ് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് നാം നിരന്തരം പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, വല്ലപ്പോഴും മാത്രം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമുക്കും ഇടയിൽ ഒരുപാട് അകൽച്ച വരും. അതുണ്ടാവരുത്. ആകയാൽ നിരന്തരം പ്രാർത്ഥിക്കുന്നതെന്ന് ബൈബിൾ നമ്മെ ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അതിനെ ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ. ഏറ്റവും അമൂല്യമാണ് പ്രാർത്ഥന എന്ന മഹാരഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന എടുക്കുന്ന കർത്താവേ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.